നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. PSC എഴുതുന്ന എല്ലാ കുട്ടികളുടെയും സംശയമാണ് എങ്ങനെയാണ് ഈ റൊട്ടേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ജോലി കിട്ടുന്നത്, അവന് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടാനുള്ള സാധ്യത എത്രയാണ്, ഓരോ റാങ്ക് ലിസ്റ്റിലും എത്ര റാങ്ക് വാങ്ങിയാലാണ് അവന് ജോലി കിട്ടാൻ പോകുന്നത്, ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. നമ്മൾ ആ സംശയങ്ങളെല്ലാം ഇന്ന് തീർക്കാൻ പോവാ. ഇന്ന് രസകരമായിട്ടുള്ള റൊട്ടേഷൻ ചാർട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിന്റെ ബേസിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. ഇത് വെച്ച് നിങ്ങൾക്കും ഏകദേശ ധാരണയിൽ ഒരു റൊട്ടേഷൻ ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഡീറ്റെയിൽഡ് ആയിട്ട് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കാം. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോടാം. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടോ. കണ്ടന്റുകളായിക്കോട്ടെ, ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങളിലേക്ക് ആദ്യം സൂപ്പർ നോട്ട്സ് എത്തിക്കും. മക്കളെ, നമ്മുടെ റൊട്ടേഷൻ ചാർട്ടുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഞാൻ പറയും. അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണം, എങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. റൊട്ടേഷൻ ചാർട്ടുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്. ഒന്ന്, റൊട്ടേഷൻ ചാർട്ട് എന്ന് പറയുന്നത് രണ്ട് തസ്തികകൾക്ക് ഡിവൈഡ് ചെയ്താണ് പ്രിപ്പയർ ചെയ്യുക. അപ്പം രണ്ട് രീതിയിലാണ് റൊട്ടേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. ഒന്ന്, LGSന് മാത്രമായ ഒരു റൊട്ടേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യും. രണ്ടാമത്തേത് അതർ ദാൻ LGS, അതായത് LGS അല്ലാത്ത മറ്റെല്ലാ പോസ്റ്റുകൾക്കും വേണ്ടിയിട്ട് ഒരു റൊട്ടേഷൻ ചാർട്ട് ഉണ്ടാവും. അങ്ങനെ രണ്ട് തരത്തിലുള്ള റൊട്ടേഷൻ ചാർട്ട് ഉണ്ട്. ഒന്ന്, LGSന് മാത്രം ഒരു റൊട്ടേഷൻ ചാർട്ട് ഉണ്ട്. മറ്റേത് LGS അല്ലാത്ത മറ്റെല്ലാ പോസ്റ്റുകൾക്കും വേണ്ടിയിട്ടുള്ള റൊട്ടേഷൻ ചാർട്ടാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ റൊട്ടേഷൻ ചാർട്ട് പ്രകാരമുള്ള കാര്യമാണ് ഇവിടെ കിടക്കുന്നത്. അതായത് ഇത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് അല്ലാത്ത, അതർ ദാൻ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ആയിട്ടുള്ളതിന്റെ റൊട്ടേഷൻ ചാർട്ടാണ്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന് മാത്രം ഉപയോഗിക്കുന്ന റൊട്ടേഷൻ ചാർട്ടാണ്. അതിന് വ്യത്യാസം എന്താണ് എന്നുള്ളത് അടുത്ത സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കൊടുത്തിരിക്കുന്നത് റിസർവേഷന് എത്ര ശതമാനം വെച്ചിട്ടാണ് ഓരോ കാറ്റഗറിക്കും റിസർവേഷൻ കൊടുക്കുക. അതിൽ റിസർവേഷന്റെ ടേൺ അനുസരിച്ചിട്ട് ഓരോ ക്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ് അനുസരിച്ച് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിന് എങ്ങനെയാണ് കൊടുക്കുന്നത്, ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് അല്ലാത്തവർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ രണ്ട് തരത്തിലുള്ള റൊട്ടേഷൻ ചാർട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിന് കൊടുക്കുന്ന രീതിയിലല്ല ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് അല്ലാത്ത മറ്റു പോസ്റ്റുകൾക്ക് റൊട്ടേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, പെർസെൻറ്റേജ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുക. ഒന്ന് നോക്കിയേ മക്കളെ, രണ്ടിലും ഓപ്പൺ കാറ്റഗറിക്ക് 40% തന്നെയാണ്. അതിൽ ഒരു വ്യത്യാസവും ഇല്ല. ഓപ്പൺ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു റിസർവേഷനും ഇല്ലാത്തവരെന്നല്ല, പകരം OC അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ജോലി കിട്ടാവുന്ന, അല്ലെ എല്ലാവർക്കും കയറിപ്പോവാവുന്ന പോസ്റ്റ് എന്നുള്ളതാണ്. ജനറലി എല്ലാവർക്കും കയറിപ്പോവാം, അല്ലാതെ ഒരു റിസർവേഷനും ഇല്ലാത്തവർക്ക് കിട്ടുന്നതല്ല. എങ്ങനെ വിചാരിക്കരുത് കേട്ടോ, എനിക്ക് റിസർവേഷൻ ഒന്നുമില്ല അതുകൊണ്ട് എല്ലാ OC ടേണും ഞങ്ങൾക്കാണ് എന്ന് വിചാരിച്ച് കളയരുത്. എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഓപ്പൺ കാറ്റഗറി, ഒരു റിസർവേഷനും ഇല്ലാത്തവരല്ല. ഇനി ഇപ്പൊ വന്നിട്ടുള്ള 103ാമത്തെ അല്ലെ ഒരു അമെൻമെന്റ് വഴി വന്നിട്ടുള്ളതാണ് EWS അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അവർക്ക് 10% ഉണ്ട്. ഈ 10% എങ്ങനെയാ കിട്ടിയേ മക്കളെ? ഓപ്പൺ കാറ്റഗറിക്ക് 50% റിസർവേഷൻ. ഓപ്പൺ കാറ്റഗറിക്ക് 50% ഈ 50%-ൽ 10% കിട്ടേണ്ടത് ആരാണ്? സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുൻഗണനാ വിഭാഗം അല്ലേ. അതായത് ഇവര് ജനറൽ കാറ്റഗറിയാണ്, പക്ഷെ ഇവരിൽ തന്നെ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി 10% മാറ്റി അത് 50-ൽ നിന്നാണ്. അങ്ങനെയാണ് ഓപ്പൺ കാറ്റഗറി 40-ഉം EWS 10-ഉം കൂടിയായത്. ടോട്ടൽ ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ വിടുന്നവരാണ്, പക്ഷെ ഒരു സ്പെഷ്യൽ റിസർവേഷൻ 10% എങ്ങോട്ട് പോയി? EWSന് പോയി. ലാസ്റ്റ് ഗ്രേഡിനും അല്ലാത്തതിനും ഇതേ ക്രൈറ്റീരിയ തന്നെയാണ്, 10%-മാണ് EWS. ഇനി നോക്കിയേ, ഈഴവ, ബില്ലവ, തീയ. ഏതൊക്കെയാ? ഈഴവ, ബില്ലവ, തീയ. ഇത് മൂന്നും കൂടി ഒറ്റ റിസർവേഷൻ കാറ്റഗറിയിലാണ് പരിഗണിക്കുന്നത്. ഈഴവ, ബില്ലവ, തീയയ്ക്ക് LGS പോസ്റ്റ് ആണ് എങ്കിൽ, LGS ആണ് എങ്കിൽ 11% റിസർവേഷൻ. അതായത് 100 വേക്കൻസി വന്നാൽ അതിൽ 11 എണ്ണം പോകുന്നത് ഈഴവ, ബില്ലവ, തീയയ്ക്കായിരിക്കും. 14 വേക്കൻസിയാണ്, 14% റിസർവേഷൻ ആണ് LGS അല്ലാത്ത പോസ്റ്റുകൾക്കുള്ളത്. ഇനി മുസ്ലിം ആണെങ്കിൽ 10% LGSനും LGS അല്ലാത്തതിന് 12% റിസർവേഷൻ ഉണ്ട്. ലാറ്റിൻ കാത്തലിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ, LCA എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ ആണ്. അവർക്ക് രണ്ടിടത്തും 4% റിസർവേഷൻ വരിക. ദെൻ വിശ്വകർമ്മയ്ക്ക് 2% LGSന് വരിക. LGS അല്ലാത്തതിന് 3% റിസർവേഷൻ വരുന്നുണ്ട്. SIUC നാടാറിന് വരുന്നത് 2% LGSന്, LGS അല്ലാത്തതിന് 1% വരിക. ധീവരയാണ്, D എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ധീവരയാണ് കേട്ടോ. 2%, 1% എന്നീ രീതിയിലാണ് ഡിവിഷൻ വരിക. ഹിന്ദു നാടാർ, HN എന്ന് പറഞ്ഞു വരുന്നത് ഹിന്ദു നാടാറാണ്.
1%, അതേപോലെ തന്നെ രണ്ടിടത്തും 1% തന്നെയാണ് വരുന്നത്. ദെൻ SCC വരുന്നത് 2%, 1% എന്ന രീതിയിലാണ്. അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന നിലയ്ക്ക് 6%ആണ് OBCക്ക് വരിക. മറ്റുള്ളവയ്ക്ക് മറ്റ് OBC അല്ലാത്തതിന് 3%. ദെൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് SCക്കാണെങ്കിൽ 8%ആണ് രണ്ടിടത്തും വരിക. STക്കാണെങ്കിൽ 2%ആണ് രണ്ടിടത്തും വരിക. ഈ രീതിയിലാണ് 100 സീറ്റുകൾ വന്നാൽ ഡിവിഷൻ വരിക. 100 സീറ്റുകൾ വന്നാൽ ഡിവിഷൻ ഈ രീതിക്കാണ്. ഇതുകൊണ്ടാണ് എന്ത് വന്നത്, 2 തരത്തിലുള്ള റൊട്ടേഷൻ ചാർട്ട് വന്നത്. കാരണം LGSനും മറ്റുള്ളവയ്ക്കും സെപ്പറേറ്റ് ആയിട്ടാണ് റൊട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. ശരി, ഇത് പ്രകാരം നോക്കിയുടെ മക്കളെ, LGS അല്ലാത്ത പോസ്റ്റുകളുടെ റിസർവേഷൻ ആണ് ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് OCക്ക് ഓപ്പൺ കാറ്റഗറിക്ക് പോകുന്ന റൊട്ടേഷൻ ഏത് പ്രകാരമാണ് മക്കളെ? ഈവൻ നമ്പേഴ്സ് വരുന്നതെല്ലാം BC ടേൺ ആണ്. BC എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ക്ലാസ്സിന് പോകുന്ന റിസർവേഷൻ ടേൺ ആണ്. OCക്കാണ് ഓഡ് നമ്പറിൽ വരുന്നതെല്ലാം എന്ത് ചെയ്യുന്നത്? ഓഡ് നമ്പർ വരുന്നതെല്ലാം OCക്കാണ്. അതായത് റൊട്ടേഷൻ ചാർട്ട് പ്രകാരം OC കാറ്റഗറിയുമുണ്ട്, BC കാറ്റഗറിയുമുണ്ട്. OCക്കാണ് 50%. ഈ 50-ൽ 40% പ്യുവർ OCക്കും 10% EWCനുമാണ്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. 50%ആണ് BC ടേൺ വരിക, ബാക്ക്വേർഡ് ടേൺ വരിക. ഈ ബാക്ക്വേർഡ് ടേണിലാണ് ബാക്കി എല്ലാ റിസർവേഷൻ കാറ്റഗറിയും വരിക. 1, 2, 3, 4, 5 എന്നിങ്ങനെ പോകുന്ന റൊട്ടേഷൻ ചാർട്ടിൽ 1, 3, 5, 7 തുടങ്ങിയ മറ്റേ ഓഡ് നമ്പേഴ്സ് എല്ലാം വരുന്നത് ഈ ആർക്കായിരിക്കും? ഓപ്പൺ കാറ്റഗറിക്കായിരിക്കും. 2, 4, 6, 8 തുടങ്ങിയ ഈവൻ നമ്പേഴ്സ് വരുന്നതെല്ലാം ആർക്കായിരിക്കും? റിസർവേഷൻ കാറ്റഗറിക്കുമായിരിക്കും. അതായത് ഇവിടെ കണ്ടോ, 1 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആർക്കാണ്? അത് ഓപ്പൺ കാറ്റഗറിക്കാണ്. 1 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഓപ്പൺ കാറ്റഗറിക്കാണ്. ഇവിടെ പോകുന്നത് ഒരു ഓപ്പൺ കാറ്റഗറിയിലുള്ള ആളായിരിക്കും. രണ്ടാമത് ഈഴവ ബിയ തില്ലയാണ്. അത് 2 എന്ന് പറയുന്ന ഈഴവ തീയ ബില്ലേക്ക് മാത്രം മാറ്റി വെച്ചിരിക്കുന്നതാണ്. അവിടെ വേറെ ആർക്കും കയറാൻ പറ്റില്ല. ഇനിയും അടുത്ത 3 എന്ന് പറയുന്ന വീണ്ടും OCയാണ്. ഈ OCയിൽ അടുത്ത റാങ്ക് പ്രകാരം ആരാണോ അവർ കയറാം. അത് SCക്കാരനാണെങ്കിൽ SCക്കാരന് കയറാം, STക്കാരനാണെങ്കിൽ STക്കാരന് കയറാം, EWCക്കാരനാണെങ്കിൽ EWCക്കാരന് കയറാം, ആർക്ക് വേണമെങ്കിലും കയറാം. അതിനുശേഷം 4ാമത് SC ആണ്. ഈ SC കാറ്റഗറിയിൽ ചിലപ്പോൾ ആദ്യത്തെ 10 റാങ്കിൽ ആരും SC കാണത്തില്ല. ചിലപ്പോൾ 30ാമത്തെ റാങ്കിൽ കിടക്കുന്ന ആളായിരിക്കും ആ റാങ്ക് ലിസ്റ്റിലെ ആദ്യത്തെ SC. അങ്ങനെയാണെങ്കിൽ 30ാമത്തെ റാങ്കുകാരനായിരിക്കും 4ാമത്തെ റൊട്ടേഷൻ ചാർട്ടിൽ SC പ്രകാരം കയറി പോവുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കാര്യം? അതായത് 4ാം റാങ്കുകാരനല്ല. SC കാറ്റഗറിയിൽ ആദ്യത്തെ റാങ്ക് എവിടെ കിടക്കുന്നു, അത് ചിലപ്പോൾ SC മെയിൻ ലിസ്റ്റിൽ ആരും ഇല്ലെന്ന് വിചാരിച്ചോ, സപ്ലിയിലായിരിക്കും SCക്കാരനുള്ളത്. അങ്ങനെയാണെങ്കിൽ SC സപ്ലിയിൽ 1ാമത്തെ ആളെ ഈ 4ാമത്തെ റൊട്ടേഷൻ കയറൂ. അതിന് മുകളിൽ എത്ര റാങ്കുള്ള ആളുണ്ടെങ്കിലും കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ. അടുത്ത OC കാറ്റഗറി, വീണ്ടും OC വന്നു. അവിടെ മറ്റ് റിസർവേഷൻ ഒന്നും ഇല്ലാത്തവർ പോകണമെന്നില്ല. അവിടെ ചിലപ്പോൾ ഈഴവ കയറി പോവാം. അടുത്ത റാങ്ക് ആർക്കാണോ ആ ആളായിരിക്കും എന്ത് ചെയ്യുക, അവിടെ കയറി പോകുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? പിന്നെ 6 വരുന്ന മുസ്ലിം ആയിരിക്കും. ഈ രീതിയിലാണ് എന്ത് വരിക, റൊട്ടേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യപ്പെടുക. ഇനി ഇവിടെ നോക്കിയ മക്കളെ, ഓപ്പൺ കാറ്റഗറി. ഈ ഓപ്പൺ കാറ്റഗറി കഴിഞ്ഞ് EBT കിടക്കുന്നത് കണ്ടോ. EBT എന്ന് പറയുന്നത് 2 ആണ്, SC 4 ആണ്, 6 മുസ്ലിം ആണ്, 8 LCA ആണ്, 10 OBC ആണ്. ഇങ്ങനെ ഈവൻ നമ്പേഴ്സ് എല്ലാം റിസർവേഷന് പോകും. ഇനിയും 9, 19, 9, 19, 29, 39, 49, 59, 69, 79, 89, 99 ഈ 9 വീതം വരുന്ന കാര്യങ്ങളെല്ലാം ആർക്കാണ് പോവുക? അത് EWSന് മാത്രം മാറ്റി വെച്ചിരിക്കുന്നതാണ്. അവിടെ EWSകാർക്ക് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, കിട്ടത്തുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നോക്കിയ മക്കളെ, EBT ഈഴവ ബില്ലവ തീയ ആ EBTക്കാണ് ഏത്? 2 വരുന്ന EBTക്കാണ്, 14 വരുന്നത് EBTക്കാണ്, 18 വരുന്നത് EBTക്കാണ്, അതേപോലെ തന്നെ 28 വരുന്നത് EBTക്കാണ്, 34 വരുന്ന EBTക്കാണ്, അതേപോലെ തന്നെ 42 EBTക്കാണ് വരുന്നത്. ഓക്കെ, 54 EBTക്കാണ് വരുന്നത്, 58 EBTക്കാണ് വരുന്നത്, 78 EBTക്കാണ് വരുന്നത്, 74 EBTക്കാണ് വരുന്നത്. ദെൻ അതേപോലെ 62 EBTക്കാണ്, 82 EBTക്കാണ് വരുന്നത്, 88 EBTക്കാണ് വരുന്നത്, അതേപോലെ 98 EBTക്കാണ് വരിക. ഇതേപോലെ ഓരോ കാറ്റഗറിക്കും ഓരോ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഓരോ റൊട്ടേഷൻ ഭാഗങ്ങൾ റിസർവ് ചെയ്തിട്ടുണ്ട്. ആ കാറ്റഗറിക്ക് മാത്രമേ ആ റിസർവേഷനിൽ കയറി പോകാനായിട്ട് പറ്റുള്ളൂ. അത് റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, കയറി വരിക എന്നുള്ള കാര്യം ഓർത്തോണം. അപ്പൊ ഇനിയും നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം, ഇത് പ്രകാരം നമുക്കൊരു റാങ്ക് ലിസ്റ്റ് കിട്ടിയാൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒന്നേന്ന് അങ്ങനെ അങ്ങ് എടുത്തു പോവാണോ എന്നുള്ളൊരു ചിന്ത വരാം. അതായത് 1 OC കാറ്റഗറിയാണ്. അപ്പോൾ OC കാറ്റഗറിക്ക് ആദ്യത്തെ റാങ്കുകാരൻ പോയി. 2 EBT ആണ് അല്ലെ, ഈഴവ ബില്ലവ തീയാണ്. അപ്പൊ റാങ്ക് ലിസ്റ്റ് നോക്കി, റാങ്ക് ലിസ്റ്റിൽ ഈഴവയാണ് 2ാം റാങ്കിൽ കിടക്കുന്നത്. അപ്പൊ ആ 2ാം റാങ്കുകാരൻ കയറി പോയി. ഇങ്ങനെയാണോ എന്നൊരു ചിന്ത വരും. എന്നാൽ അങ്ങനെയല്ല. ലാസ്റ്റ് അഡ്വൈസ് മെമ്മോ പോയപ്പോൾ, അതായത് ഈ റാങ്ക് ലിസ്റ്റ് വന്ന്
ഈ റാങ്ക് ലിസ്റ്റിന് മുമ്പുള്ള അവസാനത്തെ അഡ്വൈസ് മെമ്മോ പോയപ്പോൾ ഏറ്റവും അവസാനം പോയത് എത്രാമത്തെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരമാണ് നോക്കും. ഇത് 100 നമ്പേഴ്സ് ആണ് ഈ റൊട്ടേഷൻ ചാർട്ടിലുള്ളത്. ഇതിൽ ചിലപ്പോൾ 51ാമത്തെ നമ്പറിൽ വെച്ചിട്ടായിരിക്കാം ഒരാൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവസാനത്തെ റൊട്ടേഷൻ ചാർട്ടിൽ പോയിട്ടുള്ളത്. അപ്പൊ ആ 51 കഴിഞ്ഞു. ഇനിയും അടുത്തു വരുന്ന 52 മുതലായിരിക്കും എന്ത് ചെയ്യുക, വീണ്ടും ഇട്ട് തുടങ്ങാം. പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൊടുക്കുന്നത് എവിടെ നിന്നായിരിക്കും, 52 മുതലായിരിക്കും. അപ്പൊ 52 എന്ന് പറയുന്നത് ആക്ച്വലി ആരാണ്, 52 എന്ന് പറയുന്നത് ആക്ച്വലി ആരാണ്, കണ്ടോ, എസ് സി ആണ്. അപ്പൊ ആദ്യം പോകുന്നത് ആരാണ് മക്കളെ, എസ് സി ആണ്. ഈ റാങ്ക് ലിസ്റ്റിൽ എസ് സിക്കാരനുണ്ടോ, ആദ്യം എങ്ങും എസ് സി ഇല്ല. ഇപ്പൊ ഇവിടെ ഒരു എസ് സി ഉണ്ടെന്ന് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ എസ് സിക്കാരനായിരിക്കും എന്ത് ചെയ്യാം, അവിടെ കയറി പോവുക. ക്ലിയർ ആയോ, വ്യക്തമായോ ഞാൻ പറഞ്ഞ കാര്യം? ഈ രീതിയിലാണ് എന്ത് കൊടുക്കേണ്ടത്, റൊട്ടേഷൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണേ. അപ്പൊ അതുകൊണ്ട് തന്നെ 1 എന്ന് പറഞ്ഞുകൊണ്ടല്ല പോകുന്നത്, ലാസ്റ്റ് റാങ്ക് ലിസ്റ്റിന്റെ റൊട്ടേഷൻ പ്രകാരം ആരാണോ അവസാനം പോയിട്ടുള്ളത് അയാളുടെ അടുത്ത രീതിയിലായിരിക്കും പോവുക. ഇനി അവിടെയും ഒരു പ്രശ്നമുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. NJD എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. NJD, നോട്ട് ജോയിനിങ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അഡ്വൈസ് മെമ്മോ പോയി, അഡ്വൈസ് മെമ്മോ പോയിട്ടും അയാൾ ജോയിൻ ചെയ്തില്ല, അതെന്തായിട്ട് മാറും, NJD ആയിട്ട് മാറും. ഈ NJD എന്ത് ചെയ്യും, PSA റിപ്പോർട്ട് ചെയ്യും. ഈ NJD ചിലപ്പോൾ OC-ക്കായിരിക്കും പോയിരുന്നത്, നേരത്തെ അഡ്വൈസ് കിട്ടിയ OC-ക്കായിരിക്കും, അല്ലെങ്കിൽ EWS-നായിരിക്കും, അല്ലെങ്കിൽ SC-ക്കായിരിക്കും, അല്ലെങ്കിൽ ST-ക്കായിരിക്കും. ഏത് റൊട്ടേഷൻ പ്രകാരമാണോ ആദ്യം അയാൾക്ക് അഡ്വൈസ് പോയത് ആ റൊട്ടേഷൻ പ്രകാരമുള്ള കാറ്റഗറിക്ക് മാത്രമേ ആ റിസർവേഷൻ കിട്ടുള്ളൂ. ക്ലിയർ ആണോ? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ പോയാൽ അതിൽ ആർക്ക് വേണമെങ്കിലും പോവാം. ഇനി ആ NJD വന്നത് EWS കാറ്റഗറിയിൽ നിന്നായിരുന്നു, അയാൾക്ക് ആദ്യം EWS കാറ്റഗറിയിലായിരുന്നു ജോലി കിട്ടിയത്. അങ്ങനെയാണ് എങ്കിൽ അയാൾക്ക് എങ്ങോട്ടേ പോവുള്ളൂ, EWS കാറ്റഗറിക്കാരന് മാത്രമേ ആ വേക്കൻസി പോവുള്ളൂ. ഈ NJD വേക്കൻസി ആയിരിക്കും ആദ്യം ഫില്ല് ചെയ്യുക. ഫസ്റ്റ് ഫില്ല് ചെയ്യുന്ന ഏതായിരിക്കും, ഈ NJD വേക്കൻസി ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തോണം. ഈ NJD ആദ്യം ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്രഷ് വേക്കൻസി ഫില്ല് ചെയ്യുള്ളൂ. ഇപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ 6 ഫ്രഷും ഉണ്ട്, 9 NJDയും ഉണ്ട്. അങ്ങനെ ആകെ 15 വേക്കൻസിയാണ് ലോവർ ഡിവിഷൻ ക്ലർക്കിൽ ആദ്യം എന്ത് ചെയ്ത് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരത്തെ കാര്യമാണ്. 6 ഫ്രഷും 9 NJDയും. ഇതിൽ ആദ്യം ഏതായിരിക്കും റിപ്പോർട്ട് ആവുക, ആദ്യം റിപ്പോർട്ട് ആയിട്ടുള്ള NJD ഏതാണോ ആ NJD ആയിരിക്കും. ഇപ്പൊ ചിലപ്പോൾ അത് SC ഒരു NJD കാണും, ഒരു ST കാണും, ഒരു ഈഴവ ബില്ലവ തീയ കാണും, ഒരു OC കാണും. ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക, NJD വരിക. ഇതിൽ ആദ്യം വന്ന NJD SC ആണ്. അപ്പൊ SC കാറ്റഗറിക്കാരൻ ആ NJDയിൽ കയറിപ്പോവും. SC കാറ്റഗറിന് ഏത് റാങ്കിലാണോ ആദ്യം കിടക്കുന്നത് അയാൾ ആദ്യം കയറിപ്പോവും. ദെൻ ST നോക്കും, ST ആദ്യം കിടക്കുന്നത് ചിലപ്പോൾ 121ാമത്തെ റാങ്കിലായിരിക്കും, ആ ആളായിരിക്കും ഇവിടെ കയറിപ്പോവുക. ദെൻ അടുത്ത EBT നോക്കും, 10ാമത്തെ ആളായിരിക്കും, ആ 10ാമത്തെ ആൾ കയറിപ്പോവും. ദെൻ OC കാറ്റഗറി വരുമ്പോൾ ഈ NJDയിൽ ആരായിരിക്കും, ആദ്യത്തെ റാങ്കിൽ കിടക്കുന്ന ആരാണോ അയാളായിരിക്കും എന്ത് ചെയ്യുക, ആദ്യത്തെ റാങ്കിൽ കിടക്കുന്നത് കയറി പോയിട്ടില്ല എങ്കിൽ അയാളായിരിക്കും എന്ത് ചെയ്യുക, കയറിപ്പോൾ. അത് OC നിലവിൽ വേറൊരു റൊട്ടേഷൻ റിസർവേഷൻ ഉള്ള ഇല്ലാത്ത ആളായിരിക്കും, അയാൾ കയറിപ്പോവും. ചിലപ്പോൾ OBC-കാരനായിരിക്കും, അയാൾ കയറിപ്പോവും. SC-കാരനായിരിക്കും, അയാൾ കയറിപ്പോവും. ആ രീതിയിലാണ് വരിക. അപ്പൊ NJD ആദ്യം റിപ്പോർട്ട് ചെയ്ത് ആ NJD ആയിരിക്കും ആദ്യം ഫില്ലാവുക. അതിനുശേഷമായിരിക്കും ഫ്രഷ് വേക്കൻസി പോവുക. ഈ ഫ്രഷ് വേക്കൻസി പോകുമ്പോഴും അവിടെ 3% ഡിസേബിൾഡ് കാറ്റഗറിക്ക് കൊടുക്കണം. കേൾവിക്ക് പ്രശ്നമുള്ളവരെ, കണ്ണിന് പ്രശ്നമുള്ളവരെ, ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ഉള്ളവരെ, ഇങ്ങനെയുള്ള ഡിസബിലിറ്റി കാറ്റഗറിക്ക് 3% റിസർവേഷൻ ഉണ്ട്. അപ്പൊ അവർക്കും ഒരു റൊട്ടേഷൻ ചാർട്ടിൽ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിൽ അവരും എന്ത് ചെയ്യണം, കയറി പോകണം. അപ്പൊ ഇങ്ങനെയുള്ള ക്രൈറ്റീരിയകൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ എന്ത് ചെയ്യുന്നില്ല, 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ എന്ത് ചെയ്തില്ല, പ്രിപ്പയർ ചെയ്യത്തില്ല. 100 വേക്കൻസികളിലേക്കാണ് റൊട്ടേഷൻ ഇടുക. അത് 20 യൂണിറ്റുകൾ വീതമുള്ള 5 യൂണിറ്റുകളാക്കും. 20 വേക്കൻസികൾ വീതമുള്ള 5 യൂണിറ്റുകളാക്കി അങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക, റൊട്ടേഷൻ ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്ത് പോവുക എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തേക്കണം മക്കളെ, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കൃത്യമല്ലേ? അപ്പം ഞാനിവിടെ ഒരു കാര്യം പറയാം. ഇപ്പം എൻ്റെ കയ്യിൽ ആകെ 10 വേക്കൻസിയാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഡെമോയാണ് ഞാൻ പറയുന്നത്. 10 വേക്കൻസിയാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഈ 10 വേക്കൻസിയിൽ ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ഒരു റിസർവേഷനുമുള്ള ആളല്ല, അല്ലെങ്കിൽ വേണ്ട, SC കാറ്റഗറിക്കാരനാണെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ആൾ SC കാറ്റഗറി. 2ാം റാങ്ക് കിട്ടിയ ആള് EBT ആണ്. ഓക്കെ, EBT ആണ്. മൂന്നാമത്തെ റാങ്കുകാരൻ എന്ന് പറയുന്നത് ആള് നമ്മുടെ വിശ്വകർമ്മയാണ്. 4ാമത്തെ റാങ്കുകാരൻ OC ആണ്. അതായത് അവന് റിസർവേഷൻ ഒന്നുമില്ല, ജനറൽ കാറ്റഗറി, പ്യുവർ ജനറൽ ആണ്, വേറെ ഒരു റിസർവേഷനും ഇല്ല. 5ാമത്തെ ആള് EWS ആണ്. ഓക്കെ, 5ാമത്തെ ആൾ EWS ആണ്. 6ാമത്തെ ആള് എന്ന് പറയുന്നത് വീണ്ടും ഒരു EBT ആണ്. ഓക്കെ, EBT ആണ്. 7ാമത്തെ ആൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. 8ാമത്തെ ആള് ST ആണ്. 9ാമത്തെ ആള് ധീവരയാണ്. 10ാമത്തെ ആള് EWS ആണ്. ഇങ്ങനെ വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളതെന്ന് വിചാരിക്കാം.
നമ്മൾ ഇനി റൊട്ടേഷൻ ചാർട്ട് കൂടെ ഒന്ന് എഴുതി തരാം. 3, 4, 5, 6, 7, 8, 9, 10. ആദ്യത്തെ 10 വേക്കൻസികൾ എങ്ങനെ പോകും? ആദ്യത്തെ വേക്കൻസി ഓപ്പൺ കാറ്റഗറിയാണ്, ആർക്ക് വേണമെങ്കിലും കയറി പോവാം. രണ്ടാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് EBT ആണ് അല്ലെ, EBT ആണ്. 3 വീണ്ടും OC ആണ്, 5 OC ആണ്, 7 OC ആണ്, 9 EWS കാറ്റഗറിക്കാണ് പോകുന്നത്. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? നാലാമത്തേത് ആക്ച്വലി ആർക്കാ പോകുന്നത്? നാലാമത്തേത് SC കാറ്റഗറിക്കാണ് പോകുന്നത്. 4 SC ആണ് പോകുന്നത്, 6 മുസ്ലിം ആണ് പോകുന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് എഴുതുകയാണേ. 4 SC ആണ് പോകുന്നത്, 6 മുസ്ലിം ആണ് പോകുന്നത്. ഇനി എട്ടാമത്തെ വേക്കൻസി ആർക്കാണ് പോകുന്നത്? എട്ടാമത്തെ വേക്കൻസി പോകുന്നത് ലാറ്റിൻ കാത്തലിക്കിനും 10 OBCക്കുമാണ് പോവുക. ഓക്കെ, ലാറ്റിൻ കാത്തലിക്കിനും OBCക്കുമാണ് പോവുക. ഇങ്ങനെയാണ് റൊട്ടേഷൻ പ്രകാരം എന്ത് പോവേണ്ടത്? റാങ്ക് ലിസ്റ്റിൽ പോവേണ്ടത്. ഇനി നമ്മുടെ കയ്യിൽ NJD ആയിട്ട് ഒരു 2 വേക്കൻസി കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. 2 വേക്കൻസി NJD ഉണ്ട്. അതിലൊന്ന് OBC കാറ്റഗറിക്കും മറ്റൊന്ന് OC കാറ്റഗറിക്കുമാണെന്ന് വിചാരിക്കാം. നോർമൽ OC കാറ്റഗറിക്കും 2 NJDയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം ഏതായിരിക്കും ഫില്ലാവുക? ആദ്യം ഫില്ലാവുക ഈ പറയുന്ന OBC കാറ്റഗറിയുടെ NJD ആയിരിക്കും. ആദ്യം NJD ഫില്ല് ചെയ്തു. NJD OBC കാറ്റഗറിയിലെ NJD ആണ് ഫില്ല് ചെയ്തത്. ആദ്യം കിടക്കുന്ന OBC കാറ്റഗറിയുടെ NJD ഏതാ? നിലവിൽ ഇവിടെ NJD ഉണ്ടോ? ഇല്ല. അപ്പോൾ OBC കാറ്റഗറിയിൽ NJD ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും മക്കളെ? ഈ റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് എവിടെ ഉണ്ടെന്ന് നോക്കും. ചിലപ്പോൾ 15ാമത്തെ ആളായിരിക്കും OBCയിൽ NJD. ആ OBCയിൽ NJD എവിടെ കയറിപ്പോവും? ഈ NJDയിൽ കയറിപ്പോവും. ഓക്കെ, 15ാം റാങ്കുകാരൻ എവിടെ കയറിപ്പോയി? OBC NJDയിൽ കയറിപ്പോയി. അടുത്തത് OC ടേൺ ആണ്. OC ടേൺ ആകുമ്പോൾ അടുത്ത NJD OCക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ പ്രത്യേകത എന്താ? ആർക്ക് വേണമെങ്കിലും കയറിപ്പോവും. അപ്പോൾ ആദ്യം കിടക്കുന്ന റാങ്കുകാരൻ ആരാ? SC കാരനാണ്. അപ്പോൾ ആ SC കാരൻ എന്ത് ചെയ്തു? ആ പറയുന്ന ഓപ്പൺ കാറ്റഗറിയിൽ കയറിപ്പോയി. അപ്പോൾ 1ാം റാങ്കിൽ കിടന്ന SC കാരനാണ്, അയാൾ ഓപ്പൺ കാറ്റഗറിയിൽ കയറിപ്പോയി. ആർക്ക് വേണമെങ്കിലും ഓപ്പൺ കാറ്റഗറിയിൽ കിട്ടാം. അപ്പോൾ NJD കോമ്പൻസേറ്റ് ചെയ്തു. NJD കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി 1 തുടങ്ങിയാൽ മതി. ഓക്കെ, ഇതിനിടയ്ക്ക് വേറെ കുറേ ഉണ്ട്. ചിലപ്പം DA കൊടുക്കേണ്ടി വരും, അതായത് നമ്മുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ TPO, ടെമ്പററി പോസ്റ്റിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ മാറ്റി നിർത്തിയിട്ടാണ് പറയുന്നത്. അടുത്തത് OC കാറ്റഗറിയിലാണ് പോവേണ്ടത്. അപ്പോൾ അടുത്ത OC കാറ്റഗറി പോകുമ്പോൾ OC ഓപ്പൺ കാറ്റഗറിയാണ്, ആർക്ക് വേണമെങ്കിലും കയറിപ്പം. അപ്പോൾ രണ്ടാമത്തെ റാങ്കുകാരനെ നോക്കി. ഒന്നാമത്തെ റാങ്കുകാരൻ ഓൾറെഡി NJDയിൽ പോയി. രണ്ടാമത്തെ റാങ്കുകാരൻ എന്ന് പറയുന്നത് ഈഴവ ബില്ലവ തീയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ആ രണ്ടാമത്തെ റാങ്കുകാരനായിട്ടുള്ള ഈഴവ ബില്ലവ തീയ 1ാമത്തെ OC കാറ്റഗറിയിൽ കയറിപ്പോയി. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തേത് നോക്കിയപ്പോൾ 2 EBT ആണ്. അത് EBTക്ക് റിസർവ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. അവിടെ വേറെ ആർക്കും കയറിപ്പോകാൻ പറ്റത്തില്ല. അപ്പോൾ നോക്കിയപ്പോൾ EBT 6ാമത്തെ റാങ്കിൽ കിടപ്പുണ്ട്. അപ്പോൾ 6ാം റാങ്കുകാരൻ എവിടെ കയറിപ്പോയി? 2ാമത്തതിൽ കയറിപ്പോയി. ഓക്കെ, വീണ്ടും 3ലേക്ക് വന്നു. 3 എന്ന് പറയുന്ന ഓപ്പൺ കാറ്റഗറിയാണ്, ആർക്ക് വേണമെങ്കിലും കയറിപ്പോം. അപ്പോൾ നോക്കിയപ്പോൾ 3ാമത് കിടക്കുന്ന റാങ്കുകാരൻ, അതായത് 1ഉം 2ഉം ഓൾറെഡി പോയി. പിന്നെ 3ാമത് കിടക്കുന്ന വിശ്വകർമ്മയാണ്. ആ വിശ്വകർമ്മക്കാരൻ എവിടെ കയറിപ്പോയി? ഇവിടെ കയറിപ്പോയി. ക്ലിയർ അല്ലേ? അപ്പോൾ 6 കഴിഞ്ഞിട്ടാണ് 3 വന്ന് കിടക്കുന്നത്. വീണ്ടും നോക്കിയപ്പോൾ SC കാറ്റഗറിയാണ്. SC ഞാൻ നോക്കിയപ്പോൾ ഇവിടെങ്ങും ഇല്ല. ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു SC എവിടെ കയറിപ്പോയി? അത് NJDയിൽ കയറിപ്പോയി. NJDയിൽ OCയിൽ കയറിപ്പോയി. ഇനി ഒരു SC കാറ്റഗറിക്കാരൻ അവിടെങ്ങും ഇല്ല. ചിലപ്പോൾ 45ാമത്തെ റാങ്കിലായിരിക്കും കിടക്കുക. ആ 45ാമത്തെ റാങ്കുകാരനായിരിക്കും ഇവിടെ കയറി പോകുന്നത്. ഇവിടെ കയറി പോവുക. വീണ്ടും OC കാറ്റഗറിയാണ് വരിക. വീണ്ടും OC നോക്കിയപ്പോൾ 4ാമത്തെ റാങ്കുകാരനെ നോക്കി. 4ാമത്തെ റാങ്കുകാരൻ ആക്ച്വലി ഒരു റിസർവേഷനും ഇല്ല. അയാളായിരിക്കും ആ OC കാറ്റഗറിയിൽ OC ടേണിൽ കയറി പോവാം. വീണ്ടും നോക്കി മുസ്ലിമാണ്. മുസ്ലിം ചിലപ്പോൾ 101ാമത്തെ റാങ്കുകാരനായിരിക്കും. ആ 101ാമത്തെ റാങ്കുകാരൻ എവിടെ കയറിപ്പോയി? മുസ്ലിമിൽ കയറിപ്പോയി. വീണ്ടും നോക്കി അടുത്തത് OC കാറ്റഗറിയാണ്. OCയിൽ അടുത്ത് കിടക്കുന്ന EWS ആണ്. കണ്ടോ? EWS എന്ന് പറഞ്ഞാൽ 5ാമത്തെ റാങ്കാണ്. ആ 5ാമത്തെ റാങ്കുകാരനാണ് അടുത്ത OCയിൽ കയറിപ്പോയത്. വീണ്ടും നോക്കി ലാറ്റിൻ കാത്തലിക്കാണ്. അവിടെങ്ങും ഇല്ല. ചിലപ്പോൾ 23ാമത്തെ ആളായിരിക്കും ലാറ്റിൻ കാത്തലിക്. അപ്പോൾ ആ 23ാമത്തെ ആളായിരിക്കും ലാറ്റിൻ കാത്തലിക് എന്ത് ചെയ്യുക? കയറി പോവാം. അടുത്തത് EWS ആണ് പോവേണ്ടത്, 9ാമത്തെ റാങ്ക്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും താഴോട്ട് നോക്കിയപ്പോൾ വീണ്ടും EWS കിടക്കുന്ന 10ാം റാങ്കുകാരനാണ്. ആ 10ാം റാങ്കുകാരൻ 9ാമത്തെ ടേണിൽ EWSൽ കയറിപ്പോയി. അതിനുശേഷം ഒരു OBC ആണ് പോവേണ്ടത്. നിലവിൽ ഇതിനകത്ത് OBC ഇല്ല. OBC ചിലപ്പോൾ 11ാമത്തെ റാങ്കുകാരനായിരിക്കും. 11ാമത്തെ റാങ്കുകാരൻ OBCയും കയറിപ്പോയി. അപ്പോൾ 10 റൊട്ടേഷൻസ് കഴിഞ്ഞു. ഈ 10 റൊട്ടേഷൻസ് നോക്കുമ്പോൾ ഇവിടെ ഒരു 8ാം റാങ്കുകാരനും ഇവിടുത്തെ 7ാം റാങ്കുകാരനും ഇവിടുത്തെ 9ാം റാങ്കുകാരനും ഒന്നും പോയിട്ടില്ല. ഈ റൊട്ടേഷൻ ബേസിസിലായിരിക്കും കയറി പോവുക. ക്ലിയർ ആയോ? ഈ രീതിക്കാണ് ഏകദേശം എന്ത് ചെയ്യപ്പെടുന്നത്? റൊട്ടേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. ഇതൊരു ഏകദേശ ധാരണയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യപ്പെടുക? നിങ്ങളുടെ റാങ്ക് എങ്ങനെയായിരിക്കും മുന്നോട്ട് കയറി വരിക? കാറ്റഗറി ഉള്ള ആളുകൾക്ക് എന്താണ് ഗുണം? റിസർവേഷൻ ഉള്ളവർക്ക് എന്താണ് ഗുണം? ഇല്ലാത്തവർക്ക് എന്താണ് ഗുണം? ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വേർതിരിവ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. വ്യക്തമായിട്ട് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിശ്വസിക്കുക. ഓക്കെ, ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് വിശ്വസിക്കുക. അപ്പം ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് കൂടി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ സജ്ജരാണ്. അപ്പോൾ നമ്മുടെ ഒരു ഓഫർ കൂടി നടക്കുന്നുണ്ട്. 20% ഓഫർ വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ടുണ്ട്. എല്ലാ ബാച്ചുകൾക്കും ഉണ്ട് കേട്ടോ. PSCയിലുള്ള
സകല ബാച്ചുകൾക്കുമുണ്ട്. അതായത് നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ച് ആയിട്ടുള്ള സൂപ്പർ മെൻറ്റർ ബാച്ച് ഉണ്ട്. അതേപോലെ തന്നെ +2 ലെവൽ ബാച്ച് ആയിട്ടുള്ള ഓപ്പറേഷൻ കാക്കി ബാച്ച് ഉണ്ട്. അപ്പോൾ ഓപ്പറേഷൻ കാക്കി ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലുണ്ട്. അത് എല്ലാ തരത്തിലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷ എന്താണ് ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ട്രയ ബാച്ച് ഉണ്ട്. ട്രയ ബാച്ച് ആക്ച്വലി നമ്മുടെ കമ്പനി ബോർഡ് LGS പോലെയുള്ള പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. LDCക്ക് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ബാച്ച് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ APO അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസറിന് വേണ്ടിയുള്ള ക്രാഷ് ബാച്ച് ഉണ്ട്. ഈ ബാച്ചുകൾക്കെല്ലാം ഈ 20% ഡിസ്കൗണ്ട് ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. 13, 14, 15 ദിവസങ്ങളിലായിട്ട് ഈ ഓഫർ വെച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. എത്രയും പെട്ടെന്ന് തന്നെ ഓഫർ നിങ്ങൾ എന്ത് ചെയ്യാം, നേടാനായിട്ട് ശ്രമിക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 1881223366 ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇനി അവിടെ കോൾ ഭയങ്കര എൻഗേജ്ഡ് ആണെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഫർ അവിടെ ഫ്രീ ആയിട്ട് കാണും. 250 സ്റ്റുഡൻസിന് മാത്രമേ ഓഫർ കിട്ടുള്ളൂ. 250 സ്റ്റുഡൻറ്റ് കഴിയുമ്പോൾ ഓഫർ നമ്മൾ ക്ലോസ് ചെയ്യും കേട്ടോ. 3 ദിവസം ഉണ്ടെങ്കിലും എപ്പോഴാണോ 250 സ്റ്റുഡൻസ് ആകുന്നത് അവിടെ കൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. എല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് ക്ലാസ്സിൽ കാണാം. അടിപൊളിയായിട്ട് പഠിച്ചോ മക്കളെ. സൂപ്പർ നോട്ട്സ് കൂടെയുണ്ട്. നിങ്ങൾ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരിട്ട് ആപ്പിൽ കയറി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫെബ് 14 FEB 14 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ആപ്പിൽ കയറി അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം.